നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. നല്ല ചൂടൊക്കെയാണ് അല്ലേ? അപ്പം അതിനനുസരിച്ച് വേണം നമ്മുടെ ഭക്ഷണത്തിലെ ക്രമീകരണമൊക്കെ. നല്ലോണം വെള്ളം കുടിക്കണം, നല്ല ജലാംശമുള്ള പച്ചക്കറി കഴിക്കണം അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമുക്ക് പല വ്യതിയാനങ്ങളും വരുത്തണം. അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ? നമുക്ക് പറ്റണ പോലെ നമ്മൾ ചെയ്യുക അല്ലേ? ജ്യൂസുകളൊക്കെ ധാരാളം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളുടെ പെസഹ വ്യാഴം ഒക്കെയല്ലേ വരുന്നത്, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്ററൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പെസഹ വ്യാഴത്തിനായിട്ട് ഞാൻ നല്ല ഒരു കറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മഷ്റൂം മട്ടർ മസാല. ഇറച്ചി മീനൊന്നും ഈ പെസഹ വ്യാഴവും ഗുഡ് ഫ്രൈഡേ ഒക്കെ ആചരിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇറച്ചിയുടെ സമമാണ് മഷ്റൂം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. അപ്പോൾ അതിനനുസരിച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മളുടെ അപ്പത്തിനും എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പത്തിരി എല്ലാറ്റിനും നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ അപ്പം, അതായത് വെള്ളപ്പം, പാലപ്പം ഒക്കെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അധികം എരിവൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് മഷ്റൂം മട്ടർ മസാല വേഗം ഉണ്ടാക്കാം അടുക്കളയിൽ പോയിട്ട്. ഈസ്റ്ററൊക്കെ വരെയല്ലേ, അപ്പോൾ നിങ്ങൾ 50 നോയമ്പൊക്കെയല്ലേ എടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പെസഹ വ്യാഴം, ഗുഡ് ഫ്രൈഡേ, അങ്ങനെ ഉള്ള എല്ലാ ആഘോഷങ്ങളും വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു മഷ്റൂം മട്ടർ മസാല ഉണ്ടാക്കിയാലോ. മഷ്റൂം മട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമാണ് യൂസ് ചെയ്യണത്. നല്ല മട്ടർ ഉണ്ട്, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ സവാള, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. എത്രമാത്രം മഷ്റൂം ഉണ്ടോ അത്രയും അനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കുക. തക്കാളി, കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ ഫ്രഷ് ക്രീം, ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന് ഒട്ടും സമയം കളയാതെ നോക്കാം. ആദ്യം തന്നെ ഈ തക്കാളി, ഈ കാഷ്യൂനട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. പേസ്റ്റാക്കി അരച്ചെടുക്കണം. മഷ്റൂം മട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി അതിൽ നമുക്ക് ജീരകം കുറച്ച് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീരകം കരിഞ്ഞു പോകും. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. ജീരകം അങ്ങനെ പൊട്ടുമ്പോൾ നല്ല ഒരു മണമാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം വെളുത്തുള്ളി ചൂടാവുമ്പോഴും നല്ല മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അധികം ലെങ്തി ആവാതിരിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും വെട്ടി ചുരുക്കിയിട്ടാണ് വീഡിയോയിൽ കാണിക്കാറ്. വെറുതെ ഇങ്ങനെ കുറേ ലോങ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് പരമാവധി ഞാൻ ചുരുക്കിയിട്ടാണ് വീഡിയോ കാണിക്കാറ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം, എന്നാലേ എനിക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ വേണം. മാറ്റങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താല്ലേ, അതിനൊരർത്ഥവും ഇല്ലല്ലോ. വെളുത്തുള്ളി മൂത്തു, നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഔട്ടായി കറി. സവാളയുടെ ഒപ്പം ഉപ്പിട്ട് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാഷ്യൂനട്ടും ടൊമാറ്റോയും കൂടിയിട്ടുള്ള അരച്ച പേസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പണ്ടൊന്നും നമ്മൾ കൂൺ കടയിൽ നിന്ന് മേടിക്കില്ല, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും. ഒരു മഴ പെയ്ത് ഒരു ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ വല്ല തണലുള്ള സ്ഥലങ്ങളിൽ, മുളഞ്ചോട്ടിൽ, അതുപോലെ പാടത്ത് ഒക്കെ ഇങ്ങനെ അതിൻ്റെ മുട്ടുകൾ മുളയ്ക്കും. അതിൻ്റെ മുട്ടുകൾ മുളയ്ക്കുമ്പോൾ നമ്മളത് പറിച്ചെടുക്കും. വിരിഞ്ഞാൽ നമ്മൾ എടുക്കില്ല,
അതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും, പ്രാണികളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് പണ്ടൊക്കെ മഷ്റൂം കറി വെച്ചിരുന്നത്. ഇപ്പോൾ അതല്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളത് മേടിക്കണു, കറി വെക്കണു അല്ലേ. അങ്ങനെ മേടിക്കുന്നതിലൊന്നും അധികം പുഴുവൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മൾ കൂൺ കറി വെക്കുമ്പോൾ അത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ വെള്ളവും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ, അല്ല പ്രാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അധികം നേരം ഇടണ്ട, കുറച്ച് ഒരു ലേശം സമയം. അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ കൂൺ വെള്ളത്തിൽ കിടന്ന് വീർത്ത് അത് നാശമാവും. ഒന്നിങ്ങോട്ട് എടുത്ത് കഴുകുക, അത്രേ വേണ്ടു. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നാലേ എനിക്ക് മനസ്സിന് തൃപ്തി വരാറുള്ളൂ. ആവശ്യത്തിന് നമുക്കതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിക്കിട്ടും. ഇത് കണ്ടോ, പാകത്തിന് അതിൻ്റെ കളറൊന്നും വ്യത്യാസമായിട്ടില്ല, നല്ല കളറായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച മഷ്റൂമും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് പച്ചയല്ലെങ്കിൽ അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചോളൂ, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് ഈ ഗ്രീൻ പീസ് ആണ് ഇട്ട് കൊടുത്ത് ഇത് അടച്ച് വെച്ചുകൊണ്ട് വേവിക്കാം. മഷ്റൂമും മട്ടറും ഒക്കെ നന്നായിട്ട് വെന്തു. അതിലേക്ക് കുറച്ച് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റോ തേങ്ങയുടെ 1/4 പാലോ ഫ്രഷ് ക്രീം ഇല്ലാച്ച ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മളുടെ മഷ്റൂം മട്ടർ മസാല ഇവിടെ റെഡിയായി. ഇത് നമുക്ക് പത്തിരിക്കോ പൊറോട്ടയ്ക്കോ നൂൽപുട്ടിനോ എല്ലാറ്റിനും ഉപയോഗിക്കാം. ഇത് പെസഹ വ്യാഴാഴ്ചയ്ക്കോ ഗുഡ് ഫ്രൈഡേക്കോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹാപ്പി പെസഹ വ്യാഴം. ഇത് നിങ്ങൾ വെള്ളപ്പോ പാലപ്പോ എന്തുണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്തോളൂ. പെസഹ വ്യാഴത്തിനോ ഗുഡ് ഫ്രൈഡേക്കോ എന്തിനു വേണമെങ്കിലും അതിനൊക്കെ പറ്റിയ ഒരു കറിയാണ്. എല്ലാവർക്കും അഡ്വാൻസായി അതിൻ്റെ വിഷസ് ഞാൻ നേരുന്നു. ഇനി പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതിന് എന്നെയും നിങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനാശംസിക്കുന്നു. എൻ്റെ കൂൺകറി പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. അധികം സമയമൊന്നും എടുത്തില്ല. അടുക്കളയിൽ അധികം നേരം നിൽക്കാനും പറ്റില്ല, ചൂടാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ എണീറ്റതിന് ശേഷം നമ്മൾ 9:30 ആകുമ്പോഴേക്കും എല്ലാ പണികളും തീർക്കണം ഈ ചൂടുകാലത്ത്. ഞാനങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സജഷൻ എന്നോട് പറയുക, സമയം കിട്ടുകയാണെങ്കിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഈ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. ഒന്നും കൂടി എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ വിഷസ് ഞാൻ അറിയിക്കുന്നു. നല്ലൊരു ഈസ്റ്റർ ആവട്ടെ. എല്ലാവർക്കും ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവട്ടെ.